ഇപ്പം നമ്മൾ നോക്കുമ്പം ഇതുപോലത്തെ ഒരു ചെടി വളരെ ആരോഗ്യമുള്ള ചെടി, ഹെൽത്തിയാണ്. നമ്മൾ ഇലയ്ക്കൊക്കെ വീതിയൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ പിന്നെ ഇലകളിൽ വേണ്ട പുള്ളിരോഗം ആരംഭിച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്ത് വാട്ടർ സോക്ക് ലീഷൻസ് ഉണ്ടായിട്ട് അത് വ്യാപിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഞരമ്പ് അവിടെ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും, ബാക്കിയുള്ള ഭാഗം അഴുകി പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ശരിക്ക് നമുക്കത് സ്പ്രെഡ് ചെയ്യും. അതൊക്കെ പ്രിവെൻറ്റീവായിട്ട് മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ ഇതിനകത്ത് കണ്ടോ ശരിയായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമുക്ക് ഏലകൃഷിയിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട്, രണ്ടാഴ്ച പ്രധാനമായിട്ടും നല്ല കണ്ടിന്യൂസ് മഴയായിരുന്നു, തീവ്ര മഴ. അപ്പോൾ ഈ മഴയത്ത് ഏലച്ചെടിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും രൂക്ഷമായൊരു പ്രശ്നമാണ് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അധികം മൈൻഡ് ചെയ്യാതെ പോയ ഒരു കേസാണ് ഇലയിൽ പുള്ളി ഉണ്ടായിട്ട് അത് അഴുകിപ്പോയി. അതിന് പ്രധാന കാരണം ഭൂമൈസെറ്റ് വിഭാഗത്തിൽപ്പെട്ട ഫൈറ്റോത്തോറ തന്നെയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പം ഇതുപോലത്തെ ഒരു ചെടി വളരെ ആരോഗ്യമുള്ള ചെടി, ഹെൽത്തിയാണ്. നമ്മൾ ഇലയ്ക്കൊക്കെ വീതിയൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ പിന്നെ ഇലകളിൽ വേണ്ട പുള്ളിരോഗം ആരംഭിച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്ത് വാട്ടർ സോക്ക് ലീഷൻസ് ഉണ്ടായിട്ട് അത് വ്യാപിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഞരമ്പ് അവിടെ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും, ബാക്കിയുള്ള ഭാഗം അഴുകി പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ശരിക്ക് നമുക്കത് സ്പ്രെഡ് ചെയ്യും. അതൊക്കെ പ്രിവെൻറ്റീവായിട്ട് മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ ഇതിനകത്ത് കണ്ടോ ശരിയായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇത് ശരിക്ക് നാമ്പലുകൾക്ക് വരുന്നത്. കാരണം നാമ്പലുകൾക്ക് കട്ടി കുറവാണ്, അതിൻ്റെ ഔട്ടർ ലെയറിലെ കോശങ്ങൾക്ക് കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ട് മഴത്തുള്ളി വീഴുന്ന ഇത് സോക്ക് ചെയ്യും. അത് സോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്ന പോലെ. അതാണ് അങ്ങനത്തെ ഒരു കളറേഷൻ വന്നിട്ട് അതിനുള്ളിൽ ഫംഗസ് കയറി വെള്ളവും കയറി ഇത് വ്യാപിക്കും. താഴെ നിന്ന ഇലകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വ്യാപിക്കും. ഇത് വളരെ ദോഷകരമായ ഒരു സംഗതിയാണ്. ഭയങ്കര അതിഭീകരമാണ്. കാരണം നമുക്ക് നമ്മുടെ അടുക്കള പോലാണ് സംഗതി. കാരണം ഭക്ഷണം പാചകം ചെയ്തെങ്കിൽ മാത്രമേ കായ്കൾ ഉണ്ടാവുള്ളൂ. കായ്കൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഏലകൃഷി ചെയ്തിട്ടുണ്ട് കാര്യം. അപ്പോൾ കായുൽപാദനത്തെ സാരമായി ബാധിക്കുന്ന ഒരു കേസാണ് ഇലകൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഇത് നമ്മൾ അപ്രകാരം നിലനിർത്തുകയാണെങ്കിൽ വീണ്ടും ഇത് പ്രതിരോധ മരുന്നുകളോ ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ ഇത് ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ആവും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അടുത്ത ഇലകൾക്ക്, ഇപ്പം നമ്മൾ കണ്ടതുപോലെ തന്നെ ചെറിയ പുള്ളിക്കത്ത് ഇവിടെയായി, ഇനി അടുത്തത് എൻ്റെ ഇതിലേക്ക് വ്യാപിക്കും. അങ്ങനെ വ്യാപിച്ചിട്ട് ഈ ഏലച്ചെടി മൊത്തമായിട്ട് ഇത് വ്യാപിക്കും. അങ്ങനെ അടുത്ത ഏലച്ചെടികൾ വ്യാപിക്കും. ഇത് സ്പ്രെഡിങ് ഭയങ്കര ഫാസ്റ്റാണ്. കാരണം മഴ പെയ്യുമ്പോഴത് മഴത്തുള്ളികൾ തെറിച്ച് വീഴുന്നതുകൊണ്ട് ഒരില വീണിട്ട് അടുത്ത ഇലയിലേക്ക് തെറിച്ച് വീഴുമ്പോൾ അത് വ്യാപിക്കും. അങ്ങനെ ഇത് വളരെ സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പം നമ്മൾ അടിയന്തരമായിട്ട് ഇതിന് നമുക്ക് പ്രതിവിധി കണ്ടെത്തിയേ മതിയാവും. അപ്പോൾ മഴ അല്പം കുറഞ്ഞെങ്കിലും സമയങ്ങളിൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ് ചില്ലറ്റ് കോപ്പർ, റിലീസ് ചില്ലറ്റ് കോപ്പർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതൊരു 50 മുതൽ 100 ഗ്രാം 200 ലിറ്റർ. അതേപോലെ അതിനകത്ത് പൊട്ടാസ്യം സൾട്ടോ ഫോസ്ഫോണിക് ആസിഡ്, പഞ്ചാർ ഫോസ് 400 മുതൽ 500 ഗ്രാം മില്ലി വരെ, 400 മുതൽ 500 മില്ലി വരെ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി അല്പം പശയുടെ ചേർത്ത്, ഇൻഫ്യൂസ് പോലുള്ള പശ, ഇത് പെനിട്രൻ്റ് അകത്ത് കയറ്റിവിടുന്ന അതുപോലെ പശ ചേർത്തിട്ട് നമുക്ക് ഇലയുടെ അടിയും മുകളിലായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ വ്യാപനം കാര്യക്ഷമമായിട്ട് തന്നെ തടയും. സാറിന് സംശയം ഇൻസെക്ടിസൈഡിന്റെ കൂടെ കൊടുക്കാതെ തനിയെ കൊടുക്കണം? ഇത് തനിയെ കൊടുക്കണം. കാരണം കുളിപ്പിച്ചടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇൻസെക്ടിസൈഡിൻ്റെ കൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ പെസ്റ്റിസൈഡ് നമുക്ക് വേസ്റ്റായി പോകും. തനിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല കുളിപ്പിച്ചെടുത്താൽ